സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷമാണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ മഴക്കെടുതിയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. കോട്ടയം തീക്കോയി പയ്യാനിയിൽ മണ്ണിടിഞ്ഞ് കാണാതായ 2 പേരിൽ ഒരാളുടെ കൂടി മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. റജീനയുടെ മൃതദേഹം ആണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ റജീനയുടെ മകൻ ജോഫിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അല്പസമയം മുമ്പാണ് അമ്മ റജീനയുടെ മൃതദേഹവും കണ്ടെത്തിയത്. ഇന്നലെ ആയിരുന്നു ഈ തീക്കോയി ഭാഗത്ത് വലിയ തോതിലുള്ള അപകടം ഉണ്ടായത്. നിരവധി വീടുകൾ ഉൾപ്പെടെ തീക്കോയി ഭാഗത്ത് അപകടത്തിൽപ്പെട്ട സാഹചര്യം ആണ് ഉണ്ടായത്. തീക്കോയി തലനാട് കവലപ്പാലത്തിന് സമീപം വലിയ തോതിൽ വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. രാത്രി 2 മണിക്കായിരുന്നു ഇത്തരത്തിൽ അതിശക്തമായ വെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഏതാണ്ട് 50 വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ഇതിൽ തന്നെ 30 വീടുകളിലെ സാധന സാമഗ്രികളൊക്കെ പൂർണ്ണമായും ഒഴുകിപ്പോയി എന്നതാണ്. നിരവധി വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ അതായത് വേദനാജനകമായ മറ്റൊരു വിവരം കൂടി പങ്കുവെക്കാനുണ്ടായത്. പ്രത്യേകിച്ച് തീക്കോയി പയ്യാനിയിൽ ആണ് മണ്ണിടിഞ്ഞ് കാണാതായ റജീനയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. രാവിലെ റജീനയുടെ മകൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അങ്ങനെ അമ്മയും മകനും മരണപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം നിരീക്ഷിക്കപ്പെട്ടിരുന്നത് ഈ മണ്ണിനടിയിൽ വീടുണ്ടാകും എന്ന് തന്നെയായിരുന്നു. പക്ഷേ മണ്ണ് നീക്കിയപ്പോൾ അവിടെ വീട് ഇല്ല. അതായത് വീട് ഏതാണ്ട് ഒലിച്ചു പോവുകയോ ഒഴുകിപ്പോവുകയോ ഒക്കെ ചെയ്തു എന്നതാണ്. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്. 50ഓളം വീടുകൾ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ തന്നെ കൂടുതൽ പേർ അകപ്പെട്ടിട്ടുണ്ടോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം പുലർച്ചെ ഒക്കെയാണ് ഈ തരത്തിൽ അതിശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. പുലർച്ചെ 2 മണിയോട് കൂടിയൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. മണ്ണിടിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്നത്, ഒപ്പം മരങ്ങൾ വലിയ തോതിൽ കടപുഴകി വീണിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും റോഡ് ഗതാഗതം താറുമാറായിരിക്കുന്നു. പല വീടുകളും തകർന്നു പോയിരിക്കുന്നു. ചില വീടുകൾ ഒഴുകിപ്പോയിരിക്കുന്നു. ഇങ്ങനെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്ന് ദുരിത കാഴ്ചകൾ മാത്രമാണ് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത്. അതേസമയം വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. വയനാട് യാത്രക്കാർക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ട്. കാസർഗോഡ് മഴയേക്കാൾ കൂടുതൽ പ്രതിസന്ധി തീർക്കുന്നത് അവിടുത്തെ കടലാക്രമണം ആണ്. പ്രദേശത്തെ പ്രധാന റോഡ് അടക്കം കടലെടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ട് പലയിടങ്ങളിലും എന്നതാണ്. ഈ തീരദേശ മേഖലയിൽ കാവുകോളയിൽ ആണ് ഏറ്റവും കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. ഇവിടെയാണ് ഈ റോഡ് കടലെടുത്ത് പോയ പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇപ്പോൾ KV ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, നാശനഷ്ടങ്ങളേറെയും പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ആണ്. അതേസമയം വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ മഴ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന സൂചനകൾ ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.